ഒരു ചോദ്യം ക്വിസ് കോമ്പറ്റീഷന് ചോദിച്ചാൽ സതീശൻ്റെ സർക്കാർ പിരിച്ചുവിടും. കാരണം സതീശനെ ഭരിക്കുന്നത് ലീഗാണ്. ലീഗല്ല, ജമാഅത്തെ ഇസ്ലാമി. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വഹാബിസ്റ്റുകളാണ്. അതാണ് സവർക്കറെക്കുറിച്ചുള്ള ഒരു ചോദ്യം ഉൾപ്പെടുത്തിയതിൻ്റെ പേരിൽ കെട്ടുകഴിവിയില്ലാത്ത തരത്തിലാണ് ഒരു അധ്യാപകനെ ഗുരുപ്രസാദ് റായ് എന്ന് പറയുന്ന കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂളിലെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. ഹൈക്കോടതി ഇന്ന് ആ സസ്പെൻഷൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ കോടതിക്ക് ഇതിനകത്തൊരു ന്യായം ഇല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ സ്റ്റേ ചെയ്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കേസ് വന്നപ്പോൾ കോടതിയൊന്ന് ചോദിച്ചു. കോടതി ചോദിച്ച ചോദ്യം ജസ്റ്റിസ് വിജു അബ്രഹാമാണ് കേസ് പരിഗണിച്ചത്. അദ്ദേഹം ചോദിച്ചു, ഒരു തെറ്റായ ചോദ്യം ഉൾപ്പെടുത്തിയതിന് മാത്രം സസ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ? അധ്യാപകൻ എന്ത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ചെയ്തത്? അപ്പോൾ അത് നോക്കുമ്പോൾ എനിക്ക് തെറ്റായ ചോദ്യം ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരു ഉത്തരവുണ്ട്. എനിക്ക് തോന്നുന്നത് തെറ്റായ ചോദ്യം ഉൾപ്പെടുത്തിയെങ്കിൽ സസ്പെൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ സവർക്കറെക്കുറിച്ച് ചോദിച്ച ചോദ്യം തെറ്റല്ലല്ലോ, ശരിയല്ലേ? അല്ല, അതിനകത്ത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യത്തിലൊരു പ്രശ്നമുള്ളത് അതാണ് തെറ്റായ ചോദ്യം. ആ ചോദ്യം തെറ്റല്ല. അതെ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരുപക്ഷെ തെറ്റിപ്പോയേക്കാം. ചോദ്യമല്ല തെറ്റ്, ഉത്തരം തെറ്റാം. കാരണം ആരാണ് ദീർഘകാലം തടവിൽ കിടന്ന സ്വാതന്ത്ര്യ സമരസേനാനി ചോദിച്ചേക്കണം അതിൽ. അപ്പോൾ ആ ചോദ്യത്തിനല്ല തെറ്റ്, ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരം തെറ്റിപ്പോകാം. ആ ഉത്തരം തെറ്റായി. കാരണം ഇപ്പോൾ വേറൊരു ഏതോ ഒരു സ്ഥലങ്ങളുടെ പേര് ഇപ്പോൾ GS പ്രദീപ് പറയുന്നു. പക്ഷെ അതും തെറ്റാണെന്ന് പറയുന്നു. അതും തെറ്റാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, അത്തരം ഒരു കാര്യത്തിൽ ഏറ്റവും ദീർഘകാലം ഒരാൾ എവിടെ കിടന്നു എന്നുള്ളതിൻ്റെ മുഴുവൻ രേഖകളും നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിനകത്തൊരു കാര്യം, ഏറ്റവും പ്രമുഖനായ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു സംശയം വേണ്ട, സവർക്കറാണ്. മൊയ്ത് മൗലവി പറഞ്ഞേക്കുന്നൊരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് പെൻഷൻ കൊടുക്കാനൊക്കെ തീരുമാനിച്ചല്ലോ. അപ്പോൾ പോത്തിനെ കട്ടിട്ട് മൊയ്ത് മൗലവിയോടൊപ്പം ജയിലിൽ കിടന്നവനും പെൻഷൻ കിട്ടി സ്വാതന്ത്ര്യ സമരത്തിന്. കാരണം ജയിലിൽ കിടന്ന രേഖയാണ് ഹാജരാക്കിയിരുന്നത്. അപ്പോൾ പോത്തിനെ മോഷ്ടിച്ചവനും സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പെൻഷൻ കൊടുത്ത ഒരു പാരമ്പര്യം കേരളത്തിന് തന്നെയുണ്ട്. മൊയ്ത് മൗലവി ഒരിക്കൽ എഴുതുകയോ പറയുകയോ പ്രസംഗിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹമാണല്ലോ ഏറ്റവും ദീർഘകാലം ജീവിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 100 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹമാണ് പലർക്കും ഈ സാക്ഷ്യപത്രമൊക്കെ കൊടുത്തിട്ടുള്ളത്, ജയിലിൽ കിടന്നു എന്നുള്ളതിന്. അപ്പോൾ അങ്ങനെ ജയിലിൽ കിടന്നതിന് ഇത് താമ്രപത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതും കൂടിയാണ് അതിൻ്റെ സംഗതി. പക്ഷേ ഈ നല്ല പരന്ന വായനയൊക്കെ ഉള്ള ആളാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ. നല്ല വായനയുണ്ട്, സാറിനും അറിയാം. പക്ഷേ സതീശന് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം. ഇത്തരം ഒരു ചോദ്യം ഉൾപ്പെടുത്തിയതിന് ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നതിൻ്റെ നെറികേട് നല്ല ബോധ്യം സതീശൻ ഉണ്ടായിരിക്കും. എന്നിട്ടും സതീശൻ്റെ സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത് എന്താ? അല്ല, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. സതീശൻ വരുന്ന സന്ദർഭത്തിൽ ഭരിക്കാൻ പോകുന്നത് സതീശനല്ല, ഭരിക്കാൻ പോകുന്ന വഹാബിസ്റ്റുകളാണ്. ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വാധീനം ഇതിന് വരും എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ചെയ്തിരുന്നു. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റും എഴുതിയിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് 16 ലക്ഷത്തോളം പേര് കാണുകയും ഏതാണ്ട് 11 ലക്ഷം പേര് കമൻ്റ് ഇടുകയൊക്കെ ചെയ്ത്, അതായത് 7000 പേരും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ എന്നെ ചീത്ത വിളിക്കുകയും ചെയ്തൊരു അനുഭവമുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞത് ശരിയാണെന്നാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിയന്ത്രണം മുഴുവനും ഇത് മാത്രമല്ല. ഇപ്പോൾ വന്ദേ മാതരം പാടണ്ട എന്ന് പറഞ്ഞതിൽ തന്നെ, വന്ദേ മാതരം പാടണ്ട എന്ന് പറഞ്ഞത് ആരുടെ തീരുമാനമായിരുന്നു? ഇസ്ലാമിസ്റ്റുകളുടെ തീരുമാനമാണ്. ആദ്യം ഇത് ആരുടെ തീരുമാനം? ലീഗിൻ്റെ തീരുമാനമായിരുന്നു. ലീഗിൻ്റെ തീരുമാനമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗ്, ഇന്ത്യയിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടന ഒരു ഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അംഗീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയല്ല, ഒരു ഘട്ടത്തിലും. കാരണം അത് കെട്ടുന്ന 1906 ഡിസംബർ 31 തുടങ്ങി അത് ഇന്ന് വരെയുള്ള ദിവസത്തിൽ ഒരു ഡേറ്റിന് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചൊരു സംഘടനയല്ല. അവർ വിഭജനം ആഗ്രഹിച്ച് പ്രവർത്തിച്ചവരാണ്.
മതത്തിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു രാജ്യം വേണം എന്ന് ആദ്യ ദിവസം പറഞ്ഞ് പ്രവർത്തിച്ചവരാണ് അവർ. ഞങ്ങൾക്കൊരു രാജ്യം വേണം മതത്തിൻ്റെ പേരിൽ. ആ മതത്തിൻ്റെ പേരിൽ രാജ്യം വേണം എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചവരാണ് പാകിസ്ഥാനും കൊണ്ടുപോയത്. അവർക്ക് പാകിസ്ഥാൻ കിട്ടി, ഒരു മതരാഷ്ട്രം അല്ല, കിട്ടി. ഇവിടെ ഇരുന്ന് ആഗ്രഹിച്ചൊരു രാജ്യം കിട്ടിയിട്ടും പോയില്ല മലപ്പുറത്തൊക്കെ ഉള്ളവർ. അല്ല, പോകാതിരുന്നതിൻ്റെ ശല്യം ഇപ്പോഴാണ് വരുന്നത്. അതെ. പക്ഷെ അവർ ഈ ആഗ്രഹം ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. ഇവിടെ ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം മുസ്ലിങ്ങൾക്ക് ആധിപത്യമുള്ള ജില്ല വേണം, മലപ്പുറം കിട്ടി. ഇനി ആ ജില്ല വിഭജിച്ചിട്ട് കൂടുതൽ ജില്ലകൾ ഉണ്ടാകണം. മുസ്ലിങ്ങൾക്ക് എവിടെ ആധിപത്യം വരുന്നുവോ അവിടെ മുസ്ലിം കേന്ദ്രീകൃതമായ ഭരണം വേണം. ഇതൊക്കെ തന്നെയാണ് മതരാഷ്ട്രവാദത്തിൻ്റെ പ്രത്യേകത. സാർ, ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, 102 സീറ്റുണ്ട്, കംഫർട്ടബിൾ മജോറിറ്റിയാണ്. ലീഗ് ഇല്ലെങ്കിലും സതീശന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പക്ഷേ ഭരിക്കാം. സതീശൻ മുഖ്യമന്ത്രി ആയത് വഹാബിസ്റ്റുകളുടെ പിന്തുണയോടുകൂടിയാണ്. അതെ, ഇനിയിപ്പോൾ അത് വേണ്ടെന്ന് വെച്ചാലോ? പിന്നെ അത് മാത്രമല്ല, വേറൊന്നും കൂടിയുണ്ട്. എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ വഹാബിസ്റ്റുകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുണ്ടെന്ന് പറഞ്ഞത് MSFകാരാണ് പറഞ്ഞത്. അത് സത്യമാണ്. എല്ലാ മന്ത്രിമാരുടെയും അവരാണ് നിയന്ത്രിക്കുന്നത്. ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. അയാൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും PROമാരെ വിളിച്ചിട്ട് പറഞ്ഞ് സിൻഡിക്കേറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താ നടന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് അയാൾ അറിയിക്കണമെന്ന് പറഞ്ഞു, PROമാരെ വിളിച്ചിട്ട്. പക്ഷേ ഇയാൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. സിൻഡിക്കേറ്റ് മീറ്റിങ്ങിൽ PROമാർക്ക് പ്രവേശനമില്ല. സിൻഡിക്കേറ്റ് മീറ്റിംഗ് കഴിഞ്ഞാൽ എന്ത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഒരു വാർത്താക്കുറിപ്പായിട്ട് ഏതൊക്കെ ഐറ്റം പബ്ലിഷ് ചെയ്യണം എന്നുള്ള കാര്യം രജിസ്ട്രാർ PROയോട് പറയുമ്പോൾ PRO അത് കൊടുക്കും എന്നുള്ളതാണ്. അത് പബ്ലിക് ഡോക്യുമെൻ്റാണ്. അത് അപ്പം തന്നെ വെബ്സൈറ്റിൽ വരും. അതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുത്താൽ മതി. എന്തിനാണ് അയച്ചു കൊടുക്കുന്നത്? അല്ല, വേണമെങ്കിൽ അയാൾക്കൊരു സമാധാനം. അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകൾക്ക് പോകാൻ പാടില്ല എന്ന് മന്ത്രി പറഞ്ഞു ഇന്ന്. ശരി, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധി, രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങളായിരുന്നു വൈസ് ചാൻസലർമാരായിരുന്നത്. അതെ, ഞാനല്ല, ഞാൻ മെമ്പറായിരുന്നില്ല. പക്ഷേ ഞാൻ എത്രയോ സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് VC ആയിരിക്കുന്ന സമയത്ത്. എത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെ ഡോക്ടർ ഇക്ബാൽ പോയി CPMൻ്റെ പാർട്ടി മെമ്പറാണ്. അതെ, പാർട്ടി മെമ്പറാണ്. അത് രാജൻ, കണ്ണൂർ VC ആയിരുന്ന രാജൻ, എത്രയോ പേര് CPMൻ്റെ പാർട്ടി മെമ്പർമാരാണ് VCമാരായിരുന്നത്. അവരവിടെ പോകാറുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെയാണ് സിൻഡിക്കേറ്റിലെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് യൂണിവേഴ്സിറ്റിയിലുള്ള പ്രവേശനം എവിടം വരെ നിർത്തണം എന്നുള്ളതാണ് ചോദ്യം. സിൻഡിക്കേറ്റുകാരൊക്കെ ആകാം. സിൻഡിക്കേറ്റിൽ മന്ത്രിയുടെ സിൻഡിക്കേറ്റ്, മന്ത്രി തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ശ്രീശങ്കരയിലെ സിൻഡിക്കേറ്റ്. ആ സിൻഡിക്കേറ്റിൽ അവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയക്കാരെയാണ് മുഴുവൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുവരെ ആകാം. പക്ഷേ വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളിൽ പോകാൻ പാടില്ല എന്നാണ് വിലക്കുന്നത്. അല്ല, അങ്ങനെ വിലക്കിയാൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു ബാധ്യസ്ഥരുമല്ല. പിന്നെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റികൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതിനകത്തേക്ക് ഇവർക്ക് ആർക്കും ഇടപെടാൻ ഒരു അധികാരവും ഇല്ല. പ്രോ ചാൻസലറാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് ഇതിൽ ഇടപെടാൻ ഒരു അധികാരവുമില്ല. വൈസ് ചാൻസലറുടെ അഭാവത്തിൽ കോൺവക്കേഷൻ നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ചെന്നിരിക്കാം, എന്നിട്ട് ആ കോൺവക്കേഷൻ അഡ്രസ്സ് നടത്താം. ചാൻസലർ ഉണ്ടെങ്കിൽ പറ്റില്ല, പ്രോ ചാൻസലർ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെയും അക്കാഡമിക്കിൻ്റെയും തലവൻ എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലറുടെ തീരുമാനത്തിന് എന്തെങ്കിലും അപാകം ഉണ്ടെങ്കിൽ ആ അപാകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്നത് ഗവർണറെയാണ്, ചാൻസലറെയാണ്. പ്രോ ചാൻസലർക്ക് ഒരു റോളും ഇല്ല. ഒരു പേര് അത്രയേ ഉള്ളൂ, ഒരു റോളും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വൈസ് ചാൻസലർ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ പ്രവേശിക്കാനും പറ്റില്ല. സാർ, ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ സതീശൻ എത്ര കാലം ഈ വഹാബികളുടെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ
ഈ പീഡനവും സമ്മർദ്ദവും സഹിച്ച് അല്ല, സതീശൻ അത് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല. അതിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ അവസാനം വരെ? പിന്നെന്താ, കാരണം സമ്മർദ്ദം കൂടിക്കൂടി വരത്തേ ഉള്ളൂ. അല്ല, ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, അത് വേണം എന്നുണ്ടെങ്കിൽ അയാൾ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാനല്ലേ. ലീഗ് പോയാലും സതീശന് ഭരിക്കാം. ലീഗ് പോയി കഴിയുമ്പോഴേക്കെന്ന് വെച്ചാൽ ലീഗ് മാത്രമല്ലല്ലോ, വേറെയും പാർട്ടികളിൽ ഈ വഹാബിസ്റ്റുകളുണ്ട്. കോൺഗ്രസിൽ തന്നെയുണ്ട്, കോൺഗ്രസിലുണ്ട് വഹാബിസ്റ്റുകൾ. വഹാബിസ്റ്റുകളില്ലാത്ത പാർട്ടികളില്ല ഇപ്പോൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സതീശൻ ഇവർക്ക് വഴങ്ങിക്കൊടുത്തോണ്ട് ഇപ്പോൾ ഈ ഗുരുപ്രസാദ് എന്നുള്ള അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. സതീശൻ അറിയാം കോടതി പോയാൽ പണി കിട്ടുമെന്ന്. എന്നാൽ പിന്നെ ഇവൻ്റെ ആഗ്രഹം സാധിച്ചും കൊടുക്കാം, കോടതിയിൽ നിന്ന് കിട്ടുന്നത് അല്ല 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 അത്ര ലളിതമല്ല, അത്രയ്ക്ക് ലളിതമല്ല. സതീശൻ അവനെ സസ്പെൻഡ് ചെയ്ത് നിർത്തണം എന്നുള്ളത് തന്നെയാണ് സതീശൻ്റെ ആഗ്രഹം. പക്ഷെ നിലവിലുള്ള നിയമപ്രകാരം അത് സാധ്യമല്ല, അത് നിയമമില്ല. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ഗുരുപ്രസാദിനൊരു വലിയ ബഹുമതിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വിസ് മത്സരത്തിന് ഒരു ചോദ്യം ചോദിച്ചത്, ആ ചോദ്യത്തിന് അവ്യക്തമായ ഉത്തരമുള്ളതുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഏക അധ്യാപകനാണ്. ലോക റെക്കോർഡാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായി. അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? ഇന്നിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ടുണ്ട്, വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ കക്ഷികളുടെ യോഗത്തിലും പോകാം. അവർ ക്ഷണിക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കോർ ഇഷ്യൂസ് ചർച്ച ചെയ്യാൻ ഒരു വൈസ് ചാൻസലറെയും ക്ഷണിക്കില്ല. അവരുടെ ചില സെമിനാറുകൾ, ചില പബ്ലിക് മീറ്റിങ്ങുകൾ, ആ പബ്ലിക് മീറ്റിങ്ങുകളിൽ നടക്കുന്ന ചില വിദ്യാഭ്യാസ സമ്മേളനം. അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ടല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് പ്രസംഗിപ്പിക്കും. അപ്പോൾ അത് കേട്ടിരിക്കാം. അതെ, നിങ്ങൾക്കും ചെയ്യാതെ.